ഈ കോട്ടയം ലാക്കൂട്ടൂരിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കുടുംബം ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. മരിച്ച ജോസ്ന സ്വന്തമായി ചിട്ടി നടത്തിയിരുന്നു. 10 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ ചേർന്നിരുന്ന വിദേശത്തുള്ള യുവാവിന് ജൂലൈ മാസത്തിൽ ചിട്ടി നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിന്റെ തുക നൽകാൻ കഴിഞ്ഞിരുന്നില്ല. സാങ്കേതിക പ്രശ്നം കാരണം പണം നൽകാൻ കഴിയാത്തതെന്നാണ് യുവാവിനോട് പറഞ്ഞിരുന്നത്. അജിത് ബാബു വിവരങ്ങളുമായി ചേർന്നു. അജിത്തെ, അപ്പം ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാകും ഈ ഒരു കൃത്യത്തിന് ഇവരെ പ്രേരിപ്പിച്ചതല്ലേ? സേതുലക്ഷ്മി, സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഇത്തരത്തിൽ വിഷം കഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ഇതിനോടകം തന്നെ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഇതിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിൽ പ്രധാനമായും 10 ലക്ഷം രൂപ വരെയുള്ള ചിട്ടികളാണ് ജോസ്ന ഇത്തരത്തിൽ നടത്തിയിരുന്നത്. അതിൽ വിദേശത്തുള്ള ധാരാളം അംഗങ്ങൾ ചേർന്നിരുന്നു. പ്രത്യേകിച്ചും ഈ ചിട്ടികളുടെ ഭാഗമാകുകയും ഇന്ന സമയത്ത് ആ ചിട്ടികൾ നൽകുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ ചിട്ടിയിൽ ചേർന്ന പല ആളുകൾക്കും തുക കൃത്യമായി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വിദേശത്തുള്ള യുവാവ് ചിട്ടിയിൽ ചേരുകയും ഈ 10 ലക്ഷം രൂപ 5 ലക്ഷം വീതമുള്ള 2 ചിട്ടികൾ ചേരുകയും മാസം 50,000 രൂപ വീതം അടയ്ക്കുകയും ചെയ്തത്. ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലായും 5 ലക്ഷം രൂപ വീതം നൽകാമെന്നായിരുന്നു പറഞ്ഞത്. അതിൽ ജൂലൈ മാസത്തിലെ പൈസ നൽകാതെ വന്നതോടുകൂടി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളാണ്, എത്രയും വേഗം തുക നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും തുക നൽകിയില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ സംഭവം നടന്ന ദിവസം, വിഷം കഴിച്ച ദിവസം ഈ കുടുംബത്തിന് പണം മണർകാട് വെച്ച് കൈമാറാമെന്ന് ഉറപ്പ് നൽകുന്നു. അതിന്റെ ഭാഗമായിട്ട് കുടുംബത്തിലെ അംഗങ്ങൾ മണർകാട് കാത്തു നിൽക്കുന്നു. പക്ഷെ പിന്നീട് വിളിക്കുമ്പോൾ ജോസ്നയുടെ ഫോൺ ഓഫാണ്. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. മാത്രമല്ല, നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ചിട്ടിയുടെ ഭാഗമായിട്ടുണ്ടെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാകുന്നത്. അത്തരത്തിൽ അതിലേതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ തുകയിൽ ചിട്ടി ചേർന്നവർക്കൊക്കെ പണം കൃത്യമായി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ ഈ ചിട്ടിയിൽ ഭാഗമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ചും വിദേശത്തുള്ളവരാണ് ചിട്ടിയിൽ ചേർന്നിരിക്കുന്നത്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉൾപ്പെടെ പ്രാദേശികമായി ഉന്നയിക്കുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ബാങ്കിൽ ആകെ 7 ചിട്ടികളാണ് ഈ 2 പേർക്കുമായും, തോമസിനും ജോസ്നയ്ക്കുമായി 7 ചിട്ടികളാണ് ഉണ്ടായിരുന്നത്. അത് 9,70,70,000 രൂപയാണ് ഇവർക്ക് ആകെ എമൗണ്ട് ആയി ഉണ്ടായിരുന്നത്. അതിൽ 4,84,000 രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. ഒരു 3,90,000 രൂപ മാത്രമാണ് കുടിശ്ശികയുള്ളത്. ഇവരുടെ ഒരു വലിയ കുടുംബമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ കുടിശ്ശിക എന്ന് പറയുന്നത് ഒരു വലിയ തുകയായി കാണാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് വേറൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതിൽ പ്രധാനമായും ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് എത്ര രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ഏതൊക്കെ ആളുകളിൽ നിന്നാണ് ഈ ചിട്ടിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്, എത്ര പേർക്ക് ഇനി പണം ലഭിക്കാനുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് വരികയാണ്. മാത്രമല്ല, ഇത് ജോസ്ന ഒറ്റയ്ക്ക് മാത്രം നടത്തിയ ചിട്ടിയാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അതാണെങ്കിലും ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുകയാണ്. ഈ യുവാവ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വളരെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ചേർന്ന ചിട്ടിയായിരുന്നു. അദ്ദേഹവും ഇപ്പോൾ വലിയ മാനസിക പ്രതിസന്ധിയിലായിട്ടുണ്ട്. കാരണം സ്വാഭാവികമായും ഈ ചിട്ടിയുടെ പണത്തിന് വേണ്ടി അന്നത്തെ ദിവസം വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് താനെങ്കിലും ഏതെങ്കിലും തരത്തിൽ കാരണമായോ എന്നുള്ള മനോവിഷമവും ഒക്കെ ആ യുവാവിനുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു വളരെ നല്ല സമീപനത്തോടു കൂടിയാണ് ഇക്കാര്യത്തിൽ ചേർന്നതെന്നുള്ളതാണ് നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്.